ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്നൊരു ചെറിയ ലവ് സ്റ്റോറി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ലവ് സ്റ്റോറിയുടെ പേരാണ് അവസാന മഴത്തുള്ളി. ഇതിലെ കഥാപാത്രങ്ങളാണ് നന്ദുവും മീരയും. ഈ കഥാപാത്രങ്ങൾ ഒരേ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു മഴയുള്ള വൈകുന്നേരത്തിലായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കുറേ ആളുകൾ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിക്കയറുമ്പോൾ മീര എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയിൽ നിന്നും അവളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം താഴെ വീണു. അത് കണ്ട് നന്ദു എന്ന ചെറുപ്പക്കാരൻ ആ പുസ്തകം താഴെ നിന്നും എടുത്ത് പുഞ്ചിരിയോടെ മീരയ്ക്ക് കൈമാറി. ആ സമയം സുന്ദരിയായ മീര ചെറുപുഞ്ചിരിയോടെ നന്ദുവിന് നന്ദി പറഞ്ഞു. ഏയ്, എന്നോടല്ല നന്ദി പറയേണ്ടത് കുട്ടി, ഈ മഴയോട് നന്ദി പറയൂ. ഈ മഴ പെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നു. നന്ദു ചിരിച്ചുകൊണ്ട് മീരയോട് മറുപടി പറഞ്ഞു. അവരുടെ ആ ചെറിയ സംഭാഷണം പിന്നീട് ദിവസേനയുള്ള സംസാരങ്ങളായി മാറി. അവർ ഒരുമിച്ച് ചായ കുടിക്കുകയും ഗ്രാമത്തിലെ ചെറിയ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരയുകയും വൈകുന്നേരങ്ങളിൽ പുഴക്കരയിൽ നടക്കുകയും ചെയ്യുന്നത് അവർ പതിവാക്കി. മീരയ്ക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. നന്ദുവിന് കഥകൾ എഴുതാനും. അങ്ങനെ ഒരാളുടെ സ്വപ്നങ്ങൾക്ക് മറ്റേയാൾ നിറം പകർന്നു. മീര വരച്ച ഓരോ ചിത്രത്തിനും നന്ദു ചെറിയ കഥകൾ എഴുതി. അങ്ങനെ അവർ പരസ്പരം നല്ല സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം മീരയ്ക്ക് ഗ്രാമത്തിലെ ആർട്സ് കോളേജിലേക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷേ സന്തോഷത്തോടൊപ്പം അവൾക്ക് ഗ്രാമം വിട്ടുപോകാനുള്ള വിഷമമുണ്ടായിരുന്നു. ഞാൻ പോയാൽ നമ്മൾ അകന്നു പോകുമോ? മീര നന്ദുവിനോട് ചോദിച്ചു. നന്ദു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ദൂരം മനസ്സുകളെ അകറ്റില്ല, മറക്കുന്നതാണ് അകറ്റുന്നത്, അവൻ മറുപടി പറഞ്ഞു. അങ്ങനെ മീര നഗരത്തിലേക്ക് പോയി. ആദ്യ ദിവസങ്ങളിൽ എല്ലാ രാത്രിയും അവർ ഫോണിൽ സംസാരിച്ചു. പിന്നീട് പഠനവും ജോലിയും കാരണം സംസാരം കുറഞ്ഞു. എങ്കിലും ഓരോ മാസവും നന്ദു ഓരോ കത്ത് വീതം മീരയ്ക്ക് എഴുതുമായിരുന്നു. മീര മറുപടി അയക്കുകയും ചെയ്യും. ഒരു മഴക്കാലത്ത് മീര വീണ്ടും ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവർ ആദ്യമായി കണ്ട ആ ബസ് സ്റ്റോപ്പിലേക്ക് അവൾ നടന്നു. അതേ ബെഞ്ചും അതേ മഴയും. നന്ദു അവിടെ നേരത്തെ എത്തിയിരുന്നു. കയ്യിലൊരു ചെറിയ പൊതിയും ഉണ്ടായിരുന്നു. ഇത് നിനക്കുള്ളതാണ്, അവൻ പറഞ്ഞു. മീര അത് തുറന്നു നോക്കി. അതിനുള്ളിൽ അവൾ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചെറിയ പെൻസിൽ, സ്കെച്ച് ബുക്ക് എല്ലാം ഉണ്ടായിരുന്നു. ആദ്യത്തെ പേജിൽ തന്നെ നന്ദു ഇങ്ങനെ എഴുതിയിരുന്നു. നിന്റെ ഓരോ ചിത്രത്തിനും ഞാൻ കഥ എഴുതിയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥ നീ തന്നെയാണ്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും വർഷം ഇത് നീ സൂക്ഷിച്ചോ? അവൾ ചോദിച്ചു. ചില കാര്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, നീയും അതിലൊന്നാണ്, നന്ദു പറഞ്ഞു. മഴ വീണ്ടും ശക്തമായി. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നും നമ്മൾ മഴക്കാലത്താണ് പരിചയപ്പെട്ടത്. ഇന്ന് അതേ മഴ നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കം നൽകുകയാണ്. നന്ദു അവളുടെ കൈ ചേർത്ത് പിടിച്ചു. ഇനി എല്ലാ മഴക്കാലത്തും നമ്മൾ ഒരുമിച്ചായിരിക്കട്ടെ. മഴത്തുള്ളികൾക്കിടയിൽ അവർ ഒരുമിച്ച് നടന്നു. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, അതിന് വാഗ്ദാനങ്ങളില്ല. ആ ദിവസത്തിന് ശേഷം അവരുടെ ജീവിതത്തിലെ ഓരോ മഴയും ആദ്യ കണ്ടുമുട്ടലിൻ്റെ മധുരം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ വഴക്കുകൾ കൊണ്ട് ദിവ്യമായ പ്രണയങ്ങൾ വലിച്ചു കീറി കളയുന്ന ഇന്നത്തെ ഈ യുവതലമുറയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഈ സത്യമായ പ്രണയം ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം തൻസി ഫ്രം ഗുരുവായൂർ. നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ.